കാലത്ത് തന്നെ എണീറ്റിട്ട് ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ വേഗം അരിയും അടുപ്പത്തിട്ടു. നേരത്തെ എണീറ്റു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ എനിക്ക് പ്രഷർ നല്ല കുറവായിരുന്നു. അപ്പോൾ നല്ല തലവേദനയും പിന്നെ തലകറക്കൊക്കെ ആയിരുന്നു. അപ്പോൾ വന്ന വശം കിടന്നു. മണിക്കുട്ടനാണ് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചത്. വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് വേഗം കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ചായയും മണിക്കുട്ടനും വാവിച്ചിക്കുള്ള പാലൊക്കെ മാറ്റി വെച്ചു. അപ്പോഴേക്കും അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ മണിക്കുട്ടന് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തു. എന്നിട്ട് ആൾ ട്യൂഷന് പോവാണ്. തലയൊന്നും കുളിച്ചിട്ടില്ല, മേല് മാത്രമേ കുളിച്ചിട്ടുള്ളൂ. നല്ല കഫക്കെട്ടും ചുമയൊക്കെയാണ്. അപ്പോൾ നേരത്തെ 6 മണിക്കാണ് പോണത് ട്യൂഷന്. അപ്പോൾ അങ്ങനെ അവൻ ട്യൂഷന് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ കുക്കറിലത്തെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് അതിൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പോഴും വലിയ കഷ്ണങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോഴും കാലത്ത് എണീറ്റപ്പോഴേ ഒരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. തലവേദന ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഇവർക്ക് കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വാവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ ഞാൻ വേഗം പൊടി എടുത്തിട്ട് നൂലപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ചെടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളി നുറുക്കിയത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളി കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം, എന്നിട്ട് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നൂലപ്പൊക്കെ പൊടിയൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇത്രയും ഉണ്ടാക്കണുള്ളൂ. ഇതുപോലെ ഒരു തട്ട് 2 തട്ടുണ്ട്, അത് ഉണ്ടാക്കും, അത്ര മതി. അപ്പം അങ്ങനെ അതൊക്കെ വേവിക്കാനായിട്ട് അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം കൊള്ളി ആ കുക്കർ തന്നെ കഴുകിയെടുത്തിട്ട് അതിൽ കൊള്ളിയും വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നാളികേരം മസാലയൊക്കെ പെരിഞ്ചീരമൊക്കെ കരച്ചിട്ട് കൊള്ളി മസാലക്കറിയും ആക്കിയെടുത്തു. എന്നിട്ട് വേഗം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ലീവ് എടുക്കാനായിട്ട് പറ്റില്ല. എന്ന് ടീച്ചർക്ക് എന്തോ അത്യാവശ്യമുണ്ട്. അത് കാരണം പിന്നെ ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജയശേട്ട പോണ വഴിക്ക് എന്നെ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് എൻ്റെ വീട്ടിലിറക്കും. പിന്നെ അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോവുക. പക്ഷേ ഞാൻ ഇന്ന് വണ്ടിയുമ്പോൾ പോണില്ല, ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ തല കറങ്ങുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.